എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവന്റെ ഡുക്കാട്ടി ബൈക്കായിട്ട് സർപ്രൈസ് ചെയ്യാൻ പോകുക. അവന്റെ ബർത്ത്ഡേ തലേദിവസം ഞാൻ അവന്റെ പറഞ്ഞ എനിക്ക് കേക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ മറന്നുപോയെന്ന്. അതുകൊണ്ട് ഞാൻ അവനൊരു ചെറിയൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പിന്നെ അവൻ സ്വന്തമായിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു പ്ലേറ്റിൽ എഴുതാനും തുടങ്ങി. അവൻ ഇപ്പോഴും എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു 12 മണിക്ക് അവൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തോ സർപ്രൈസ് ചെയ്യുമെന്ന്. പക്ഷേ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഡയറക്റ്റ് അവനെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. വീട്ടിലെത്തി രാവിലെ ആയപ്പോൾ അവന്റെ പറഞ്ഞ് നമുക്ക് എറണാകുളത്തോട്ടൊന്ന് പോകണം, EVM വീൽസിനകത്ത് 2 സ്കൂട്ടി റെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോക്ക് വേണ്ടിയെന്ന്. വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വല്ലാതെ ഡൗട്ടൊന്നും അടിക്കാൻ അവൻ എൻ്റെ കൂടെ എറണാകുളത്തേക്ക് ഇറങ്ങി വന്ന്. അവനിനി സർപ്രൈസ് ആണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ ബസ്സിൽ കെട്ടിയാണ് എറണാകുളം കൊണ്ടുപോയത്. പിന്നെ വലുതായിട്ടൊന്നും നടക്കുന്നില്ലെന്നൊരു ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് എത്തി അവന് വണ്ടി പിക്കപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ എത്തിയപ്പോൾ അവന് ചെറുതായിട്ടൊക്കെ ഡൗട്ട് അടിച്ച് തുടങ്ങി. പക്ഷെ ഞാനൊന്നും മൈൻഡ് ആക്കിയില്ല. ഇവരെന്ത് വിചാരിച്ചോണ്ടാണ് ഡുക്കാട്ടിയുടെ ഷോറൂമിലൂടെ നടന്ന് കയറി പോകുന്ന അറിയില്ല. ഞാൻ പറഞ്ഞ ഇവിടെയാണ് ഇവൻ. എന്നിട്ട് തന്നെ വലിയ വിശ്വാസമില്ല കേട്ടോ. അവന്റെ വിചാരത്താണ് ഞാൻ ബോക്സിനകത്ത് ഡുക്കാട്ടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അംബാനിയാണ്. അവന്റെ അവിടെ ഇരിക്കുന്ന 2 സ്കൂട്ടിയാണ് ഞാൻ റെന്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവന്റെ ഉള്ള പ്രതീക്ഷയില്ല. അപ്പൊ തന്നെ പോയി അവൻ ആ സ്കൂട്ടിയെ കയറിയിരുന്ന സ്കൂട്ടിയുടെ താക്കോല് ചോദിച്ചോളൂ. അപ്പൊ തന്നെ ചേട്ടൻ അവന്റെ ഡുക്കാട്ടിയുടെ വണ്ടി റെന്റ് എടുത്തത് മുമ്പിൽ കൊണ്ടെന്ന് വെച്ച്. ഇനി അവന്റെ കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് നിന്റെ വണ്ടി, അടുത്ത 4 ദിവസത്തേക്ക് 3 ട്രിപ്പിനാണ്. ഇവനാണ് ഇത്ര വില കൂടി വണ്ടി ഓടിച്ചിട്ടില്ല. പക്ഷെ ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് കാരണം വണ്ടിയുടെ പൊക്കത്ത് കയറിയിരുന്ന് വണ്ടി ഓണാക്കുകയും ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത്. ഫുൾ വീഡിയോ വ്ലോഗ് ചാനലുണ്ട്.